എൻ്റെ പേര് ഷഹല. ഞാൻ മോങ്ങത്തുനിന്നാണ് വരുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഹോസ്പിറ്റലുകൾ പലതും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, കൊളീഗ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ അന്വേഷിച്ച സമയത്ത് നല്ലൊരു ഫീഡ്ബാക്ക് തന്നൊരു ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കൊട്ടപ്പുറത്തുള്ള മഹർ എന്ന ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഇവിടെ ആദ്യം തന്നെ എത്തിയ സമയത്ത് നമുക്കൊരു വീട്ടിലേക്ക് കയറി വന്നൊരു ഫീലിങ്സ് കിട്ടിയത്. ഒരു സ്ഥാപനത്തിലേക്ക് വന്നാലേ ഹോസ്പിറ്റലിലേക്ക് വന്ന ഒരു തോന്നലല്ല. ഡോക്ടേഴ്സ് ആയാലും ഇവിടെയുള്ള നമ്മളെ പരിചരിക്കാനുള്ള ആളുകൾ, സ്റ്റാഫാണെങ്കിലും നല്ല കെയറിങ്ങോട് കൂടി നമ്മളിവിടെ വരുന്ന സമയത്ത് തന്നെ ഡോക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഡിസ്ചാർജ് സമ്മറി, കുടുംബ പശ്ചാത്തലം, നമ്മളെ ഏജ്, നമ്മളെ മാനസിക സംഘർഷം, എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ഒരുക്കുന്നത്. ഇതൊരു പ്രസവാനന്തര ഹോസ്പിറ്റൽ മാത്രമല്ല, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാ വിഭാഗത്തിൻ്റെ ഡോക്ടേഴ്സും 24 hours ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകൾ തന്നെയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല തെറാപ്പിസ്റ്റുകളാണ്. എല്ലാ തരം മർമ്മവും തിരിച്ചറിയുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. പ്രസവിച്ച് കിടക്കുന്ന നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്ത് തന്നെയാണ് അതിൻ്റെ അരിഷ്ടമായാലും കഷായമായാലും എല്ലാതരം ഔഷധങ്ങളും നമുക്ക് സമയത്തിന് തന്നെ ഇവിടെയുള്ള സ്റ്റാഫ് എത്തിച്ചേരുന്നുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. പ്രസവിച്ച സ്ത്രീകൾക്കായ നമുക്കുള്ള ഫുഡുകൾ, പ്രസവിച്ച സ്ത്രീകൾക്ക് 7 നേരത്തെ ഫുഡും ബൈസ്റ്റാൻഡർക്കുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഫാമിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള നാടൻ മുട്ട തന്നെയാണ് നമുക്ക് തരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന പാല്, അത് കെഫിർ എന്ന ഒരു പാലാണ് നമുക്ക്, അതും ചില ദിവസങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഉള്ളിലേഹ്യം അത് അടിപൊളിയാണ്, വേറെ ലെവലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം തന്നെ നമുക്കൊരു 11 മണിയാകുമ്പോഴേക്ക് വെറൈറ്റി ജ്യൂസുകളായാലും സൂപ്പുകളായാലും കിട്ടുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് വെജ്, ചിക്കൻ, അതുപോലെ മട്ടൻ, പല സൂപ്പും വരുന്നുണ്ട്. അതുപോലെ ജ്യൂസുകളും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രസവിച്ച ആളുകൾക്കുള്ള പോഷകങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ ഭക്ഷണത്തിൽ വെള്ളിയാഴ്ച ചിക്കൻ ബിരിയാണി, അതുപോലെ ചീര, കാട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശനിയാഴ്ച ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ഒരുമിച്ച് കൂടി ഇവിടുത്തെ പച്ചക്കറി ഫാമിൽ നിന്ന് എടുത്ത പച്ചക്കറികൾ ഉപയോഗിച്ച് ഒരു ഇലയിട്ട സദ്യ ഇവിടുത്തെ എല്ലാ പേഷ്യൻസിനും ബൈസ്റ്റാൻഡർ എല്ലാവരെയും ഉൾക്കൊണ്ട് നമ്മൾ ക്യാൻറ്റീനിൽ ഇരുന്ന് കഴിച്ചിട്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വൈകുന്നേരങ്ങളിലുള്ള യോഗ അത് ഭയങ്കര എടുത്തു പറയാനുള്ളൊരു അവസ്ഥ തന്നെയാണ്. കാരണം ട്രെയിൻഡായിട്ടുള്ള നല്ല നാച്ചുറോപ്പതി ഡോക്ടേഴ്സിൻ്റെ യോഗ ക്ലാസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹീലിംഗ് ഗാർഡൻ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈവനിങ്ങുള്ള നമ്മളെ ടെറസിലുള്ള ടീ ആൻഡ് സ്നാക്സ് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. കാരണം പുതിനൻ്റെ ഇലയുടെ സ്മെല്ലൊക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള ആ ഒരു ഈവനിങ് അത് എല്ലാവർക്കും മനസ്സിനൊരു കുളിർമയേകുന്ന അനുഭൂതി തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായിട്ട് ഇണങ്ങിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഒരു അടച്ചിട്ട റൂമിൽ ഹോസ്പിറ്റൽ ആണ് എന്നുള്ളൊരു ഫീലിങ്സേ അല്ല. നടക്കാനും അതുപോലെ കുട്ടിയെ വെയിൽ കൊള്ളിക്കുന്ന സിറ്റുവേഷൻ, അതുപോലെ റീഡിങ് റൂം ഉണ്ട്. നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായ ഫ്രീഡവും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്നുണ്ട്. നമുക്കൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി നമുക്ക് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് പരിചരണം കിട്ടുന്നതാണ്. 2-3 കുട്ടികളുള്ള ഉമ്മമാർക്ക് അവരുടെ കുട്ടികളെ സുരക്ഷിതമായിട്ട് കളിക്കാനുള്ള നല്ലൊരു കളിസ്ഥലം വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മളെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. എൻ്റെ കൂടെ എൻ്റെ മകനുണ്ടായിരുന്നു. മകന് കാല് നന്നായിട്ട് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് അത് സ്ട്രെയിറ്റായി. സത്യം പറയാലോ, എനിക്ക് മനസ്സിന് അത്രയും സന്തോഷം കിട്ടിയ സന്തോഷം കിട്ടിയ ഏറ്റവും വലിയ പോയിൻ്റാണത്. മനസ്സിനും ശരീരത്തിനും മാത്രമല്ല ഇവിടെ ചികിത്സയുള്ളത്, നമ്മളെ സൗന്ദര്യത്തിനും പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കുന്നുണ്ട്. ഒരു ബ്യൂട്ടി ക്ലിനിക്ക് തന്നെ ഇവിടെയുണ്ട്. നമുക്ക് ഫേസ് മസാജ്, ഫേസ് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മിതമായ നിരക്കിൽ മികച്ച ഒരു പ്രസവാനന്തര ചികിത്സയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മഹർ എന്ന ഹോസ്പിറ്റൽ തന്നെയാണ്. മഹറിലെ എൻ്റെ സന്തോഷകരമായ ചികിത്സ അവസാനിച്ച് ഇവരുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങി ഞാൻ മടങ്ങുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഇവിടുത്തെ ചികിത്സ ഉപകാരപ്പെടട്ടെ.